രാജ്യം നടങ്ങിയ വൻ സ്ഫോടനമാണ് ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിൽ ഉണ്ടായത്. രാജ്യ തലസ്ഥാനത്ത് അതും ഏറ്റവും പ്രധാനപ്പെട്ട അതീവ സുരക്ഷയുള്ള മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഒരു കാർ പൊട്ടിത്തെറിച്ചാണ് ഈ നടുക്കുന്ന സ്ഫോടനം ഉണ്ടായത്. ഒപ്പം തന്നെ അതിലുണ്ടായിരുന്ന ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക വിവരങ്ങൾ വരുന്നു. 8 മരണം ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിൽ കൂടുതൽ മരണസംഖ്യ ഉണ്ടാകുമോ എന്ന ആശങ്കകളുണ്ട്. കാരണം നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ ചിലരുടെയെങ്കിലും നില ഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാറിന്റെ ആദ്യ ഉടമ കസ്റ്റഡിയിലായിട്ടുണ്ട്. ആ ആദ്യ ഉടമ സൽമാൻ എന്നയാൾ നൽകിയ വിവരങ്ങൾ അതിനിർണായകമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മരിച്ചവരുടെ വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. അതിൽ തന്നെ പലതും അൺനോൺ ആണ്, ആരാണെന്ന് അറിയാത്ത പലരുമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, കൂടുതൽ വിവരങ്ങൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ അപകടത്തിൽ മരിച്ചവരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് നിരവധി പേരെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ ഒരു പ്രദേശത്തിന്റെ കൂടി പ്രത്യേകതയാണ് പ്രജിൻ. പ്രത്യേകിച്ച് ഇതൊരു തെരുവ് കച്ചവടം സജീവമായി നടക്കുന്ന ഒരു പ്രദേശമാണ്. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ തെരുവാണ്. വഴിയോര കച്ചവടക്കാർ, അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ, കൂടാതെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേരുന്ന അത്തരത്തിൽ സമ്മിശ്രമായ ആളുകൾ ഒരേ സമയം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ അപകട സമയത്ത് ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞ രേഖകളോ മറ്റോ ഇവരുടെ കൈവശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ അപകടത്തിൽ അല്ലെങ്കിൽ ഈ സ്ഫോടനമുണ്ടായ HR-26 രജിസ്ട്രേഷനിലുള്ള കാറിന്റെ മുൻ ഉടമയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, ചോദ്യം ചെയ്തിരിക്കുന്നു. അയാൾ 1.5 വർഷം മുമ്പ് ഈ വാഹനം വിറ്റിരുന്നു എന്നും ദേവേന്ദ്ര എന്ന ഒരു ആൾക്കാണ് ഈ വാഹനം വിറ്റത് എന്നുമുള്ള മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴി RTO സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ദേവേന്ദ്ര വീണ്ടും അംബാലയിലേക്ക് കാർ മറിച്ചു നൽകിയിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധ തലങ്ങളിലായി വിവിധ സംഘങ്ങൾ ഈ സ്ഫോടനത്തിന്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏറ്റവും പ്രധാനം, ഈ കാർ സഞ്ചരിച്ച വഴികൾ മുഴുവനായി മാപ്പ് ചെയ്തിരിക്കുന്നു പോലീസ് സംഘം എന്നുള്ളതാണ്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഈ കാറിന്റെ റൂട്ട് മാപ്പ് ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും ഇത് സഞ്ചരിച്ചെത്തിയ വഴിയിലെ CCTV ദൃശ്യങ്ങൾ മറ്റെവിടെയെങ്കിലും കയറിയോ എവിടെ നിന്ന് പുറപ്പെട്ടു ആ ഒരു ദിശയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ഏറ്റവും പ്രാഥമികമായി ഈ ഉടമയെ RC ഓണറെ കണ്ടെത്തി അയാളിലേക്ക് അന്വേഷണം എത്തുന്നതോടൊപ്പം തന്നെ കാറിൽ ആ സമയത്തുണ്ടായത് ആരൊക്കെ, അത് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു പോകുന്നത് എന്ന ദിശയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഇതിൽ മറ്റ് സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലങ്ങളുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. പല സംഘങ്ങളായി പിരിഞ്ഞ് പല വിധത്തിൽ അന്വേഷണം നടക്കുന്നു. അതിൽ ഏറ്റവും പ്രാഥമികമായ അന്വേഷണത്തിന്റെ ദൃശ്യങ്ങൾ, പരിശോധനയുടെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. വിവിധ സംഘങ്ങൾ, അത് ഡൽഹി പോലീസിൻ്റെതും ഫോറൻസിക് സംഘം, കൂടാതെ മറ്റ് NIA, NSG സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ പരിശോധനകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്, റോഡിന്റെ മധ്യത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ലഭ്യമാകുന്ന മുഴുവൻ തെളിവുകളും ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്നും ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കഠിനമേറിയ ഒരു ദൗത്യമാണ് ഈ ഏജൻസികൾക്കുള്ളത്. ഈ റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അത് എത്രയും വേഗം തന്നെ സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ എത്തി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. പരിശോധനകൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്ന പരമാവധി സാമ്പിളുകൾ എന്നിവ ശേഖരിക്കും ഏജൻസികൾ. അതിനുശേഷമായിരിക്കും തുടർ പരിശോധനകൾ നടത്തുക. പ്രാഥമികമായി ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ, അത് കൃത്യമായി ഒരു അട്ടിമറി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ സ്ഫോടനം കാറിന്റെ പിൻവശത്തായിരുന്നു എന്നതിനാൽ തന്നെ ഒരു സിലിണ്ടർ സ്ഫോടനം എന്ന നിലയിലേക്ക് സംശയിച്ചിരുന്നുവെങ്കിൽ അത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു ആ സംശയം. അതിനപ്പുറത്തേക്ക് ഇതിന് ചില ആംഗിളുകളുണ്ട്, ശക്തമായ സൂചനകൾ അത്തരം ആംഗിളുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ആസൂത്രിത പദ്ധതി തന്നെയാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്ന സംശയം ബലപ്പെടുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ ഡൽഹിയിൽ നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നപ്പോൾ ഈ കാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതും ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.